ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും. സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൈരളിസ് പോഗോ ഗ്രിൽ നിയർ ലുബ്ന തിയേറ്റർ, മഞ്ചേരി റോഡ്, വണ്ടൂർ. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. കോച്ചിംഗ് ക്ലാസുകൾക്കൊന്നും പോവാതെ വീട്ടിലിരുന്ന് പഠിച്ച് GEBRക്ക് പ്രവേശന പരീക്ഷയിൽ 99.31% മാർക്കോട് കൂടി മികച്ച വിജയം നേടിയ വണ്ടൂരിലെ ഹന്ന പറവീനെ കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആദരിച്ചു. ചടങ്ങിൽ ഹന്ന പറവീൻ തന്റെ വിജയാനുഭവം പങ്കുവച്ചത് സദസ്സിൽ അവാർഡ് വാങ്ങാനെത്തിയ മറ്റു കുട്ടികൾക്കും പ്രചോദനമായി. നിങ്ങളെപ്പോലെ ഞാനും ഇവിടെ 10+ പ്ലേസ് വാങ്ങി വന്നിരുന്നു. ഇപ്പോൾ നിൽക്കുന്നത് JEBRക്ക് എൻട്രൻസ് എക്സാമിനേഷനിൽ 99.31% സ്കോർ ചെയ്തിട്ടാണ്. ഞാനിപ്പോ തൃച്ചി NITയിൽ സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ എൻട്രൻസ് എഴുതി എന്നതിനപ്പുറത്ത് ഒറ്റയ്ക്ക് പഠിച്ചതാണ് എന്നെ അവിടെ വ്യത്യസ്തമാക്കുന്ന കാര്യം. ഫസ്റ്റ് എല്ലാവരും +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ എൻട്രൻസ് പഠിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നോക്കി പോവാം. ഞാൻ അതുപോലെ നോക്കിയിരുന്നു. പക്ഷെ നോക്കിയപ്പോ എല്ലാം നമ്മുടെ ഹോസ്റ്റൽ ഫീ അടക്കം 1.5 ലക്ഷത്തോളം എന്തായാലും വരുന്ന പറഞ്ഞത്. അപ്പോ നമ്മളെല്ലാവരും ചുമട്ടുകാരാണ്. അവരെ കൊണ്ട് 1.5 ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം അവർ കഷ്ടപ്പെടേണ്ടി വരും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോ എനിക്ക് അത്രയധികം പൈസ ഒരു ഫീന് വേണ്ടി കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പാട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം. അവർക്കെല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു ഫസ്റ്റ് ഒറ്റയ്ക്ക് പഠിക്കാന്ന് പറഞ്ഞപ്പോ. കാരണം അഥവാ കിട്ടിയില്ലെങ്കിൽ അവരെന്നെ പറഞ്ഞു വിടാത്തത് കൊണ്ടാണല്ലോ എന്നൊരു കുറ്റബോധമായിട്ട് തോന്നുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. ഞാൻ അത്രയും ഇപ്പോൾ കോൺഫിഡൻസ് ആയതുകൊണ്ട് അവരെന്റെ കൂടെ കട്ട സപ്പോർട്ടായി നിന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ 99.31% വാങ്ങാൻ സാധിച്ചു. ഇതിന്റെ റിസൾട്ട് ശരിക്ക് മാർച്ച് 6 അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാരും അറിഞ്ഞില്ലായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഈ ബോർഡിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉന്നത വിജയത്തിന് ലാപ്ടോപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് അറിയാനും വേണ്ടിയിട്ടായിരുന്നു ബോർഡ് മെമ്പറായിട്ടുള്ള മോസിൻ കാർഗുനായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോ ആ കാക്കുകൾ പറഞ്ഞത് ഒറ്റയ്ക്ക് പഠിച്ചതല്ലേ, അതിങ്ങനെ ആരും അറിയാതെ വെച്ചൊരു കാര്യമല്ല, എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവരെ ന്യൂസ് ആയിട്ടൊക്കെ വന്ന് അതിന് പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിൽ എത്തി. ഒരുപാട് പേര് അറിഞ്ഞു. കുറെ പൊതുപ്രവർത്തകരും MLA-മാരും പണക്കാട് തങ്ങളടക്കം വീട്ടിൽ വന്നു. വളരെയധികം സന്തോഷകരമായ ഒരു മൊമെന്റാണ് എനിക്കത്. നമ്മള് ഒരു ഉപരിപഠനത്തിന് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പിള്ളേർസ് കിട്ടിയ കുട്ടികളാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 10ൽ 31 കുട്ടികളുണ്ട്. പക്ഷെ +2ൽ 5 കുട്ടികളുള്ളൂ. അവര് എന്താന്ന് വെച്ചാല് 10ൽ കിട്ടിയ കുറെ കുട്ടികളുണ്ടാവും. പക്ഷെ +2 എത്തുമ്പോഴേക്കും നമ്മള് ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിർത്തിപ്പോ 10ൽ എനിക്ക് പിള്ളേർസ് കിട്ടിയല്ലോ, ഇനി +2 കിട്ടുമല്ലോ എന്നൊരു മൈൻഡിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. അത് 10 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ്. +2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറുന്നില്ല, എഫേർട്ട് എടുക്കേണ്ടി വരും സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ. സോ എപ്പോഴും ഹാർഡ് വർക്ക് ഒന്നുകൂടെ 10ൽ എടുക്കുന്നതിനേക്കാൾ ഹാർഡ് വർക്ക് നമ്മൾ +2 എടുക്കേണ്ടി വരും. അതിന് മുകളിലോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മള് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് എല്ലാ ലക്ഷ്യത്തിലും എത്തിച്ചേരാൻ കഴിയും. അതിനു മുന്നിൽ എന്ത് പ്രതിസന്ധികളുണ്ട് അതെല്ലാം നമ്മൾ മടികന്മാർ കടക്കും. നമുക്കൊരു ആഗ്രഹം ലക്ഷ്യം എല്ലാം ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഹയർ ജോബ് ചൂസ് ചെയ്യുന്ന സമയത്ത് വെറും ഇപ്പൊ എല്ലാവരും ചോദിച്ചാൽ എല്ലാവരും പറയും ഡോക്ടർ, ടീച്ചർ, എഞ്ചിനീയർ. അതായത് നമ്മളെല്ലാവരും അധികം കേട്ടിട്ടുണ്ടാകുന്ന ജോബ്. പക്ഷെ നമുക്ക് അതിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. പിന്നെ അതല്ലാതെ മറ്റു ജോലികളുണ്ട്. സോ ജോലി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹം, സ്വപ്നങ്ങൾ, ഇഷ്ടങ്ങൾ എല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് ജോലി തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നമുക്ക് അതില് നന്നായിട്ട് ഒരു ഉന്നതിയിൽ എത്താൻ സാധിക്കും. ചിലപ്പോ നമ്മൾ ഇന്ന ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടുകാർ ചിലപ്പോൾ സമ്മതിച്ചൊന്നുമില്ല. കാരണം അവർക്ക് അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അതാണ് താല്പര്യം എന്ന് നല്ല കുറച്ച് തീരുമാനത്തോടെ പറഞ്ഞു കഴിഞ്ഞാല് അത് ഏത് ജോലിയാണെങ്കിലും അവർ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോ അവരും എന്നെ എതിർത്തതാണ്. കാരണം അവരാദ്യമായിട്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ആർക്കിടെക്ചർ എന്ന ജോബ് കേൾക്കുന്നത് തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക്
പേടിയുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അതാണ് ഇഷ്ടം, അത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെന്താന്ന് ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ അതിൽ എനിക്കത് ഭയങ്കര താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പൊ അവർ എന്റെ കൂടെ കട്ട സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻട്രൻസിൽ ഇത്രയധികം നല്ല മാർക്കാണ് കിട്ടിയത്. അതിനെന്റെ ഉപ്പാണ് എനിക്ക് നന്ദി പറയാനുണ്ട്. അതുപോലെ മ്യൂസിക്കാർക്കാണ് എല്ലാവരെയും അറിയിച്ചിട്ട് മ്യൂസിക്കാർക്കിനോട് ഞാൻ നന്ദി അറിയിക്കാണ്. പിന്നെ എല്ലാവർക്കും എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം. പോസിറ്റീവ് മൈൻഡ് സെറ്റ് എപ്പോഴും വേണം. നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. എന്ത് കാര്യം ചെയ്യണം തീരുമാനിച്ചിറങ്ങുമ്പോഴും ആദ്യം വേണ്ടത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. എല്ലാവരും ഞാനടക്കം എല്ലാവരും അവര് വിചാരിച്ചെടുത്ത് എത്തിച്ചേരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. വണ്ടൂരിലെ ചുമട്ടുതൊഴിലാളിയായ സുധീർ ബാബുവിന്റെ മകളാണ് ഹന്ന പർവീൻ. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉപകാര്യാലയങ്ങളിലെ ചുമട്ടുതൊഴിലാളികളുടെയും ബോർഡ് ജീവനക്കാരുടെയും മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഹന്ന പർവീൻ തന്റെ വിജയാനുഭവം പങ്കുവച്ചത്. മഞ്ചേരി വ്യവസായ ഭവൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ഹന്നയുടെ പ്രസംഗം സദസ്സിലുള്ളവരുടെ ശ്രദ്ധയും പ്രശംസയും പിടിച്ചുപറ്റി. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.